മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹാലക്ഷ്മിയും മാർക്കോയും കൂടെ വളരെ ഭംഗിയായിട്ട് തന്നെ പ്രതാപനെയും മുത്തശ്ശിയെയും ഭയപ്പെടുത്തുന്നുണ്ട്. അവിടെ നിന്ന് രാവിലെ തന്നെ പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇനി ഇവിടെ ഒരു നിമിഷം പോലും നമുക്ക് നിൽക്കരുത്. കണ്ണൻ ഇവിടെ ഉള്ളത് കൊണ്ട് അവൾ ഇവിടെ തന്നെ കാണും ചുറ്റിപ്പറ്റിയെല്ലാം. അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ നിന്നാൽ നമ്മുടെ ജീവന് തന്നെ ആപത്തായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നമ്മൾക്ക് പോകുന്ന വഴിക്ക് തന്നെ ആ മന്ത്രവാദിയെ കണ്ട് കാര്യങ്ങളെല്ലാം ഉറപ്പിച്ചിട്ട് വേണം പോകാൻ. അദ്ദേഹം വന്ന് നമ്മളുടെ വീട്ടിൽ വന്നൊരു പൂജ നടത്തി തന്നാൽ ഇവളുടെ ശല്യം പൂർണ്ണമായിട്ടും ഒഴിവാകുമെന്നല്ലേ പറഞ്ഞത്. അതുകൊണ്ട് ഈ നേരെ പോകുന്നത് അങ്ങോട്ട് തന്നെ ആദ്യം ആകട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കാട്ടിലുള്ള മന്ത്രവാദിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അങ്ങനെ മന്ത്രവാദിയോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് പൂജ നടത്തി തരണം. ഞങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ചും അവളുടെ ശല്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ പൂജ നടത്തി തരണമെന്ന് പ്രതാപനും മുത്തശ്ശിയും പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ സമയം പറഞ്ഞാൽ മതി, ആ സമയത്ത് വന്ന് ഞാൻ ചെയ്തു തന്നോളാം എന്ന് ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ കുറച്ച് പ്രതിഫലമായിട്ട് കുറച്ച് പൈസയും കൊടുക്കുന്നുണ്ട്. പിന്നീട് വീട്ടിൽ തിരിച്ചെത്തുന്ന മുത്തശ്ശിയോടും പ്രതാപനുമായിട്ടും മോഹിനി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഇത്ര എളുപ്പം വന്നത്? നിങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്ന് പറഞ്ഞത്, പിന്നെ എന്താണ് ഇത്ര എളുപ്പം പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അന്നേരം പ്രതാപൻ പറയുന്നുണ്ട്, അതിനെന്ത്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങൾ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു, അതിന് നീ അതൊന്നും ചോദിക്കാറായിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയോട് ചൂടാകുന്നുണ്ട്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, എന്താണ് നിനക്ക് ഒറ്റയ്ക്ക് താമസിക്കാനാണോ ഞങ്ങളൊന്നും ഇവിടെ ഇല്ലാതെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. പിന്നീട് കരുണ മുത്തശ്ശിയോടായിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി ഉണ്ണിയേട്ടനും കണ്ടു, അവളുടെ പ്രേതത്തിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. മുത്തശ്ശി, എനിക്ക് പേടിയാണ്, ഇവിടെ നിൽക്കാൻ കൂടി എനിക്ക് പേടിയാണ്. ഇനി ഏത് നിമിഷമാണ് എൻ്റെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി, എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഇവിടെ പൂജ നടത്താനുള്ള മന്ത്രവാദിനെ എല്ലാം ഞങ്ങൾ ഏർപ്പാടാക്കിയിട്ടാണ് വന്നത്. അയാളെ ഉടനെ തന്നെ ഇവിടെ തന്നെ വന്ന് ഇതെല്ലാം ചെയ്തു തരും. അപ്പോൾ അവളുടെ ശല്യം നമ്മൾക്ക് എന്നേക്കുമായിട്ട് തീർന്നു കിട്ടും. അതുകൊണ്ട് മോൾ സമാധാനമായിട്ടിരിക്കണം, ഇങ്ങനെയൊന്നും ഭയപ്പെടരുത്. മുത്തശ്ശിയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് മോൾ ഇങ്ങനെ പേടിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അമ്മയൊന്ന് പതുക്കെ പറയാം, അവളെങ്ങാനും കേട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മതി. പിന്നെ നമ്മളാണിതിൻ്റെ പിറകിലെന്നുള്ള കാര്യമെല്ലാം കണ്ണനോടായിട്ട് അവൾ പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഒന്ന് അമ്മ പറയുന്നതൊക്കെ പതിയെ സംസാരിക്കുന്നൊക്കെ പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എടാ പ്രതാപ, ഇവളിവിടെ ഉള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഈ കർമ്മം നടത്തുമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇവളെ എന്തെങ്കിലും പറഞ്ഞ് അമ്പലത്തിലോട്ടോ ഏതെങ്കിലും സ്ഥലത്തോട്ടോ നമുക്ക് വിടാം, എന്നിട്ട് നമുക്ക് ഇത് ആരംഭിക്കാം. അല്ലെങ്കിൽ ഇവൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്തിനു വേണ്ടിയാണ്, എന്താ ചെയ്യുന്നതെന്നൊക്കെ ഇവൾക്ക് അറിയേണ്ടി വരും. അതുകൊണ്ട് ഇവൾ അറിയാതെ വേണം ഇതൊക്കെ ചെയ്യാനെന്ന് പ്രതാപനും പറയുന്നുണ്ട്. പക്ഷേ ഈ കാര്യമെല്ലാം മോഹിനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ മോഹിനി മനഃപൂർവ്വം തന്നെ അമ്പലത്തിലോട്ട് പോവുകയാണെന്ന് ഭാവിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്തോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. പിന്നീട് മോഹിനി പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, ഞാനൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നിന്നോട് ഞാനത് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. ഈ കുറച്ച് നാളായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഒരു സ്വസ്ഥതയും സമാധാനവുമില്ല. അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി അമ്പലത്തിൽ പോയി നല്ല പോലെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് വരണമെന്ന് ഞാൻ നിന്നോട് പറയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നൊക്കെ മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി മനസ്സിൽ പറയുന്നുണ്ട്, നിങ്ങൾ പൂജയോ മന്ത്രവാദമോ എന്ത് വേണമെങ്കിലും നടത്തിക്കോ, പക്ഷേ എൻ്റെ മോൾക്ക് ദൈവം കൂട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും അടുത്തെത്തുന്ന മോഹിനി ഇവരുടെ മന്ത്രവാദത്തിൻ്റെയും പൂജയുടെയും എല്ലാം കാര്യം അവരോടായിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ അമ്പലത്തിൽ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറയുന്നുണ്ട് മോഹിനി.